ഇന്ന് ഭാരത് ബന്ദ് കേട്ടോ. അപ്പോൾ ഭാരത് ബന്ധായിട്ട് ഞാനും കുഞ്ഞും കൂടിയിട്ട് രാവിലെ തന്നെ അമ്പലം വരെ ഒന്ന് പോവാണ്. അപ്പോൾ ദേവിക്കൊരു വഴിപാട് നേർച്ചയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ 2 ആൾക്കാരെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു, ബ്രൗണീനെയും ലിയോനെയും. ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ കണ്ടു കിട്ടിയത്. പോയി എന്ന് തന്നെ വിചാരിച്ചതാണ്. അങ്ങനെ ദേവിക്കൊരു വഴിപാടൊക്കെ നേർന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ അപ്പം തന്നെയാണ് അവരെവിടെയാണെന്നുള്ളൊരു ഹിൻ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ അവരെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രൗണി, ഇതാണ് ലിയോ. അപ്പോൾ 2 പേരും ഇപ്പോൾ വന്നേ പിന്നെ ഭയങ്കര സൈലൻ്റാണ്, നന്നായി പേടിച്ചു എന്നാണ് തോന്നണേ. അങ്ങനെ ബ്രൗണിയുടെയും ലിയോയുടെയും വീഡിയോ എടുത്തപ്പോൾ അച്ഛൻ പറയായിരുന്നു അച്ഛൻ്റെയും കൂടി വീഡിയോ എടുക്കാൻ. അച്ഛൻ നല്ല ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ എല്ലാവരും കാണട്ടെ, ഈ വയസ്സിലും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവട്ടെ എന്നൊക്കെ. അപ്പോൾ അച്ഛൻ ഇന്ന് വളരെല്ലാം ഉണ്ടോ ജോലി, കാരണം ഇന്ന് ഹർത്താലാണല്ലോ, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ അച്ഛൻ അതിൻ്റെ തിരക്കിലാണ്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഹോളിഡേ ആണല്ലോ, എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അപ്പോൾ എന്നാൽ പിന്നെ ഒരു കട്ട്ലറ്റൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു 5-6 ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെക്കണ്ട. അപ്പോൾ ഇന്നലെ ഞാൻ തോരൻ വയ്ക്കാമെന്ന് വെച്ചിട്ട് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെടുക്കുക അങ്ങനെ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് കട്ട്ലേറ്റ്. അങ്ങനെ ഇതൊക്കെ നന്നാക്കി വെച്ചു. കണ്ട ബീട്രൂട്ട് ഞാൻ മുന്നേ നന്നാക്കി ഇങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ പാത്രം കണ്ട, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം ഉണ്ടോ? ഞാനൊരു ദിവസമായി നമ്മുടെ ഇവിടുത്തെ മൂലൻസിൻ്റെ ഹൈപ്പറിൽ പോയപ്പോൾ അവിടെ കണ്ടതാട്ടോ. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ഇത് എന്തിനാണ് യൂസ് ചെയ്യണേ അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നു, അങ്ങനെ മേടിച്ചാട്ടോ അത്. പിന്നെ അതേ കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിറച്ച് ചെളിയായിരുന്നു, അത് കാരണം ഞാൻ തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് പുഴുങ്ങണേ കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ വിസിലടിപ്പിക്കാൻ വയ്ക്കണം. ഒരു 5-6 വിസിലൊക്കെ അടിച്ചാലാണ് വേവുള്ളൂ, കാരണം നമ്മൾ കട്ടാക്കിയിട്ടില്ലല്ലോ ഉരുളക്കിഴങ്ങ്. അങ്ങനെ അത് വെന്തു കേട്ടോ. അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ആ ഒരു വെള്ളത്തിൽ തന്നെ വേവിക്കണം കേട്ടോ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഊറ്റി കളയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവില്ലേ. അതിന് അവിടെ ഇരുന്നൊരു 2 വിസിലടിക്കട്ടെ. പിന്നെ അത് അവിടെ വിസിലടിക്കാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കൂട്ടെ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു 5-10 വെറൈറ്റി ബോഗൺ വില്ലാസ് ഉണ്ട് കണ്ട. അപ്പോൾ ഇപ്പോൾ പൂവുണ്ടാവലൊക്കെ കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ അതിങ്ങനെ തളിർത്ത് വരുന്ന ഒരു സമയമാണ്. ചില ആൾക്കാർ ഇതൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെടാൻ നിൽക്കാറില്ല, നേരിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഈ ചട്ടികളുടെ അടിയിലൊക്കെ ചെളി പിടിക്കാണ്ടിരിക്കാനായിട്ട് അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകൾ വിരിച്ചു കൊടുത്തേക്കണത്, അല്ലെങ്കിൽ മൊത്തം ചെളി പിടിക്കും ഈ മഴയാകുമ്പോഴൊക്കെ. പിന്നെ ഈ ഭാഗത്തേക്ക് അധികം പ്രവേശനവും ഇല്ല, അപ്പോൾ അവിടെ നീറ്റായിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് അങ്ങനെ വിരിച്ച് ഇട്ടേക്കണത്. പിന്നെ ഇപ്പുറത്ത് നിന്നിപ്പോൾ കുറച്ച് വെയിലുള്ളതുകൊണ്ട് ഗോതമ്പൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാട്ടോ കഴുകി ഉണക്കി പൊടിക്കും, അപ്പോൾ നല്ല ഫ്രഷായിട്ടൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഇപ്പുറത്ത് ഒരു നല്ല റോസൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, നല്ല മഴയാണ് എന്നാലും ഒരു റോസപ്പൂവൊക്കെ ഒന്ന് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വളരെ കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ ഇവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതേ ഇഞ്ചി ഉണ്ട്, പിന്നെ അതേ കുമ്പളം, അത് തന്നെ മുളച്ചതാണെന്നാണ് തോന്നണേ. പിന്നെ 2 തരം തുളസിയാണ്, ഇത് രാമ തുളസിയും സാധാരണ തുളസിയും. പിന്നെ തുളസി കാട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അതൊക്കെ വെട്ടി അമ്പലത്തിലേക്ക് കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് കാരണം ഇപ്പോൾ ഇത്തിരി വെളിവായി നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു കട ചീരയുണ്ട്, പിന്നെ അതേ ചേന ഒരു 5-10 കടയുണ്ട്. പിന്നെ ആ റോസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നാടൻ റോസാണത് കണ്ട. ചേന, ചേമ്പ്, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്ന് പറയാൻ പറ്റില്ല, അത് അമ്മയുടെയും അച്ഛൻ്റെയും പരിപാടിയാണ് കേട്ടോ. അത് വെറുതെ അല്ലല്ലോ നമുക്കൊക്കെ കിസാൻ്റെ 2000 രൂപ പ്രധാനമന്ത്രി തരണത്. അപ്പോൾ അതിനുള്ള പണികളൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ചെയ്യണുണ്ട് കേട്ടോ. കണ്ടോ ചേനയൊക്കെ അത്യാവശ്യം ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാനുള്ളതും ഉണ്ടാവും. ചേമ്പും പിന്നെ ഒരു കട കൊള്ളിയും കൂടി ഉണ്ട് കേട്ടോ. അത് കൊള്ളി ഇവിടെ കിട്ടൽ കുറവാണ്, ഈ പെരിച്ചാഴിയുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ എന്തായാലും അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ കുറേ വാഴ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇച്ചിരിക്കോളം സ്ഥലത്തുള്ള കൃഷിയാണ് കേട്ടോ അത്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വിസിലടിക്കാൻ വെച്ച ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ടൂള് വെച്ചിട്ട് നല്ലോണം അതിനെ കുത്തി ഉടച്ചെടുക്കാം കേട്ടോ. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഉടച്ചെടുക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് നല്ല യൂസ്ഫുള്ളാട്ടോ ഈ ടൂള്. ഇത് പണ്ട് ഞാൻ UAE നിന്ന് വന്നപ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ചീത്തയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ തൃശ്ശൂർ നെസ്റ്റോല് പോയപ്പോൾ വാങ്ങിയതാട്ടോ. അപ്പം മുന്നത്തേതിനെക്കാട്ടും നല്ലതാണ് ഇത്, കാരണം കണ്ട അതിങ്ങനെ കോരി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരെണ്ണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് മേടിച്ച് വെച്ചാൽ നല്ലതാട്ടോ.
അപ്പോൾ ഇപ്പോൾ അതേ ഞാൻ നന്നായിട്ട് തന്നെ ഉടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട്ലറ്റ് ഇനിയിപ്പോൾ ഉണ്ടാക്കില്ല, ഈവനിങ് അല്ലേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടിൽ കുറേ കടച്ചക്ക ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 കടച്ചക്ക ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഇന്ന് കടച്ചക്ക വറുത്തരച്ച് അങ്ങോട്ട് കറി വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നോൺ വെജിൻ്റെ പരിപാടി 2 ദിവസം മുന്നേ ബീഫും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഇന്ന് ഹോളിഡേ ആയത് കാരണം ഫുൾ വെജിറ്റേറിയൻ ആവാം അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചിരകി. അപ്പം ഞാനിത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കടച്ചക്ക വറുത്തരച്ച് എങ്ങനെയാണ് ഞാൻ വെക്കാറെന്ന്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷോർട്സ് കണ്ടാൽ മതി. പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞു വന്നിട്ട് പറഞ്ഞമ്മ എനിക്കൊരു ചായ വേണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ലൈറ്റ് ചായ കുഞ്ഞിക്ക് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞതേ കടച്ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തു. പിന്നെ അത് അരപ്പൊക്കെ അരച്ചൊഴിച്ചു. അപ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ആൾക്കാരും എണ്ണുണ്ട്, ഇന്ന് ഫുൾ ഡേ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഇതേ വറുത്തിട്ട് കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ രാവിലെ തന്നെ മെഷീനിൽ അലക്കാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടിടാന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ കുഞ്ഞും ഹെൽപ്പിങ്ങിന് വരും കേട്ടോ. പിന്നെ ചില സമയത്ത് ഹെൽപ്പ് ചെയ്യൽ നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കും. പിന്നെ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മളും പണിയെടുത്തൊക്കെ പണ്ടും പഠിച്ചായിരുന്നു, നല്ല ക്ഷമ അമ്മമാർക്ക് വേണമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് തരുന്ന ആൾ മാറുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിതേ കുറേ ഇട്ടു. അപ്പോൾ ഇടാൻ മര്യാദയ്ക്ക് അറിയില്ല. അപ്പോൾ ഞാൻ വാങ്ങി പിന്നെയും അതൊക്കെ വൃത്തിയായി ഇട്ടു. അങ്ങനെ തുണി ഇടാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ വിറകും സാധനങ്ങളൊക്കെ മുകളിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം, താഴെ നനയാത്ത സ്ഥലമില്ലാത്ത കാരണം. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഓർത്ത് വന്ന മുടി ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കെട്ടൊക്കെ തീർത്തൊന്ന് ഇടാം. അപ്പോൾ ഞാൻ എന്തിട്ടാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ്റെ ഹെയർ ഓയിലില്ലേ, അത് എടുത്തിട്ട് ഒരു 3-4 ഡ്രോപ്പ് എടുക്കും. എന്നിട്ട് കയ്യിലൊക്കെ എല്ലാം അവിടുത്തെ ആക്കിയിട്ട് മുടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരട്ടി കൊടുക്കും. അപ്പോൾ പിന്നെ സ്റ്റിക്കി ആവില്ല, പിന്നെ നമുക്ക് കെട്ട് വീഴില്ല മുടിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഒന്ന് ഈരിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. പിന്നെ ചില സമയത്ത് ഞാൻ സെറോം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടായാലും അത്ര ഹെൽത്തിയൊന്നും അല്ല കേട്ടോ മുടിക്ക്. എന്നാലും പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റണ്ടേ. കേളി ഹെയർ ഉള്ളവർക്ക് അറിയാൻ പറ്റും, എപ്പോഴും ഇങ്ങനെ കെട്ട് വീണുകൊണ്ടിരിക്കും മുടിയിൽ. ഞാൻ ശരിക്കും ഇത്രയും ലെങ്ത്ത് വെക്കാറില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 വർഷമായിട്ടാണ് വെട്ടിയിട്ട്. പിന്നെ ഒരു ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് മേടിക്കണത്. അത് നല്ല അടിപൊളി. അപ്പോഴാണ് ഇത്ര ലെങ്ത്ത് വന്നത് എനിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് ചോറുണ്ണാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് പാറുവിന് കടച്ചക്ക കറി ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു പ്രശ്നമുള്ളത്, ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ മറിച്ചിട്ടാലും അത് പൊട്ടിപ്പോവും. അത് എങ്ങനെ ചെയ്താലും ശരിയാവില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ഡ്രൈ ആവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ അത് മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ഒരു സൈഡ് അങ്ങ് പൊട്ടിപ്പോയിട്ടാ. ഇതിൽ കാണാം ഒരു സൈഡ് പൊട്ടിപ്പോയി. അപ്പോൾ ആ ഭംഗി അങ്ങ് പോയി കിട്ടി. എന്തായാലും മുറിക്കാണ്ട് തിന്നാൻ പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങളെന്നാൽ ചോറുണ്ണാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ചോറ് വിളമ്പെടുത്തു. രാവിലെ ഒരു മുതിര കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാടത്ത് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് രാവിലെ കഞ്ഞി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മുതിരയും കായ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായി. പിന്നെ കടച്ചക്ക ഉണ്ടായി, പിന്നെ ഓംലെറ്റ് ഉണ്ടായി. അങ്ങനെ ഞങ്ങളിത് ചോറുണ്ടു. അപ്പോൾ ചോറുണ്ട പാടെ തന്നെ ഞാൻ വേഗം കട്ട്ലറ്റിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ഈവനിങ് വേഗം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഒരു 3-4 സവോളയും ഒക്കെ എടുത്ത് അതിൽ ഉപ്പിട്ട് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ അത് ഈ നേരത്തെ വേവിച്ച് വെച്ചേക്കണം അതില്ലേ, അതിലേക്ക് അങ്ങോട്ട് നല്ലോണം കുഴച്ച് പിടിപ്പിക്കുക. പിന്നെ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി. അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ അങ്ങനെ ഉരുള ഉരുട്ടി പിന്നെ അത് മുട്ടയിൽ മുക്കി. പിന്നെ ബ്രെഡിൻ്റെ പൊടിയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതാവുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ചിലവർ എനിക്ക് തോന്നണ ഈ റസ്കിൻ്റെ പൊടിയാണെന്നുകൊണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പൊടിയാട്ടോ യൂസ് ചെയ്യണത്. അങ്ങനെ അതിൽ മുക്കി അങ്ങനെ ഓരോന്നോരോന്ന് ആദ്യം മുക്കി വെച്ചു കൂട്ടാം. അല്ലെങ്കിൽ ഒരെണ്ണം മുക്കി എടുക്കുമ്പോഴേക്കും അടുത്തത് കരിഞ്ഞു പോകും ഓയിലിൽ. അങ്ങനെ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ വറുക്കാൻ നിൽക്കുള്ളൂ. അങ്ങനെ എല്ലാം കൂടി വറുത്ത് എടുത്തു. അപ്പോൾ ആളെണ്ണത്തിന് അങ്ങനെ നോക്കിയിട്ട് ഉണ്ടാക്കിയത്. ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു കൂട്ടാം. അങ്ങനെ ഇന്നത്തെ ചായയുടെ കടിയൊക്കെ അടിപൊളി. അപ്പോഴാണ് പാടത്തുനിന്ന് വിളി വന്നത് ചായ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാനും അച്ഛനും കൂടി ചായയും കടിയൊക്കെ ആയിട്ട് പാടത്തേക്ക് പോകണ്ട. ഇതിപ്പോൾ നമ്മുടെ ചൗക്കയിലാണ്. ചൗക്കയിൽ കടകളൊന്നും തുറന്നിട്ടില്ല. അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒറ്റ കട പോലും തുറന്നിട്ടില്ല. വിജനമായി കിടക്കുന്ന ചൗക്കയാണ്.
പിന്നെ അങ്ങനെ ഞങ്ങൾ പാടം ലക്ഷ്യമാക്കിക്കൊണ്ട് പോവാണ്. നമ്മുടെ ഹോസ്പിറ്റലിലാണ് ചൗക്കയിലത്ത്. അവിടെയൊന്നും ഒരു മനുഷ്യനില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരുമില്ലാത്ത ചൗക്ക കാണുന്നത്. അങ്ങനെ നമ്മളിത് പാടത്തിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ ഭയങ്കരമായിട്ട് കൊള്ളിയുടെയൊക്കെ കൃഷി ഉണ്ടായതാട്ടെ. ഇപ്പം നമ്മുടെ ഈ പാടത്ത് കൊള്ളി ഭയങ്കര കേടായതുകൊണ്ട് ഇപ്പം ആരും കൃഷി ചെയ്യുന്നില്ല. കണ്ട ഭയങ്കര കാട് പിടിച്ച് കിടക്കുകയാണ് സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ആകെ ഒരു ഇത്തിരി സ്ഥലത്ത് കൃഷിയുള്ളത്, ഇവിടെ ഒരു വായനശാലയുണ്ട് ചൗക്കയിൽ, ഇണ്ണുനീലി. അവരുടെയാണ് ഈ കൃഷി ഇട്ടാ കൂർക്കിയിട്ടിട്ടുണ്ട് കണ്ട കുറച്ച് സ്ഥലത്ത്. അവരിങ്ങനെ പല പല കൃഷികളും അവിടെ ചെയ്യുന്നുണ്ട്. ബീട്രൂട്ട്, ക്യാബേജ്, അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഓരോ സീസൺ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊള്ളിത്തോട്ടം. പിന്നെ ഞാൻ താഴേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല, ഭയങ്കര ചെളിയാണ് മഴ പെയ്തിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല, അതുപോലെ ചെളിയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ചെളി വഴി കൂടെ വന്നിട്ട് വണ്ടി താണു പോയിണ്ടായിരുന്നു, സ്കൂട്ടർ. എന്നിട്ട് പിന്നെ അത് തള്ളി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കാലുമൊക്കെ ചെളിയായി. അപ്പോൾ അച്ഛൻ അതേ ഇവിടെ കാല് കഴുകട്ടെ എന്ന് പറഞ്ഞ് പോണതാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല പച്ചപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. പിന്നെ ഈ തോട്ടിൽ നിറയെ മീനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പണ്ട് പാറൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കാറൊക്കെ ഉണ്ട് ഈ തോട്ടിലൊക്കെ. ഇപ്പോഴും ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ. അങ്ങനെ ഞാനിത്തിരി നേരം അവിടെ നിന്ന് ആ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതേ ചൗക്കപ്പള്ളിയാണിത്. പള്ളിയുടെ അവിടെയും ആരെയും കാണാനൊന്നുമില്ല. എന്തായാലും ഹർത്താലായിട്ട് എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ എൻജോയ് ചെയ്യാമെന്നാണ് തോന്നണത്. അങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാഗിയുടെ പാസ്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാറു പറഞ്ഞു എന്നാൽ അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഡിന്നറിന് അവർക്കത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടാണ്. അത് പാറുവാണ് ഇവിടെ എപ്പോഴും ഈ പാസ്ത ഒക്കെ ഉണ്ടാക്കാറ്. അത് ആ പാസ്തയുടെ സാധനം വാങ്ങിച്ചു വന്നിട്ട് അവൾ ഉണ്ടാക്കും, നല്ല ടേസ്റ്റായിട്ട് അവൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ആദ്യം കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ കണ്ടിങ്ങനെ തുറപ്പിച്ച് കാണിക്കുന്നത് ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ പാറും എല്ലാവരും തിന്നു. അങ്ങനെ കുഞ്ഞിക്ക് അത് കൊണ്ടുകൊടുത്തു. ആണോ പാറുണ്ടാക്കാൻ എന്താ ടേസ്റ്റ്? ചേട്ടൻ പിന്നെ പാടത്തുനിന്ന് വന്നപ്പോൾ കിഴങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8-8 കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ കിഴങ്ങൊന്ന് ഒഴുങ്ങിയാലോ എന്ന്. അച്ഛന് കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അച്ഛൻ തന്നെയായിട്ട് അതൊക്കെ വെട്ടി ഇങ്ങനെ അരിഞ്ഞൊക്കെ തന്നത്. അങ്ങനെ ഞാനത് പുഴുങ്ങി ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അത് വളർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അത് അങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞത്. അപ്പോൾ ഉണ്ട് കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു വന്നാൽ അമ്മ ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നോക്കിയപ്പം നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മുളക് കുറേ ഇരിക്കുന്നുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊരു മുളക് എടുത്തിട്ട് പിന്നെ ഉപ്പും പുളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ നന്നാക്കിയിട്ട് മിക്സിയിൽ ഒരു അടി അടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. മുളക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനം റെഡിയാക്കി മേശമ്മ കൊണ്ട് വെച്ചത് ഓർമ്മയുണ്ടാവുള്ളൂ. എല്ലാവരും അതിലേക്ക് വന്ന് കമ്മുകുമ്മൂന്നൊക്കെ പെട്ടെന്ന് തന്നെ തിന്നു കഴിഞ്ഞു കേട്ടോ സാധനം. പിന്നെ എനിക്കും പാറിനും ഇത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാനും ഒരെണ്ണമൊക്കെ അങ്ങനെ ടേസ്റ്റ് നോക്കും. പാറു ആ പരിസരത്ത് കൂടെ വരില്ല. പിന്നെ കൊള്ളി വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇപ്പം എല്ലായിടത്തും കൊള്ളി കേടാണ്. പിന്നെ അതിൽ കൂടെ മഴയും അതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ യൂണിഫോമൊക്കെ രണ്ടുപേരെയും നേരത്തെ കൂട്ടി അയൺ ചെയ്ത് തലേദിവസം തന്നെ വെക്കാറുണ്ട്. കാരണം ഇവിടെ ഈ കറണ്ട് പോണത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പോയാൽ വരില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഏരിയയാണ് ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ പിന്നെ അത് അയൺ ചെയ്യാൻ വെച്ചു. പിന്നെ നൈറ്റ് വേറെ പരിപാടി ഡിന്നറിൻ്റെ ഒന്നും ഇല്ല. കാരണം കൊള്ളിക്കഴുങ്ങും അതൊക്കെ ഓരോരുത്തർ തിന്നു. പിന്നെ ഇനി ഞങ്ങൾ 1-2 പേർക്ക് ചോറ്, അത് കറിയൊക്കെ ഉച്ചക്കയിൽ ഉണ്ടാക്കിയത് അത് തന്നെ. പിന്നെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല. ഇന്ന് ഒന്നുമില്ല സ്പെഷ്യലൊന്നും. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയിട്ടാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യണേലും നല്ലത് എനിക്ക് തോന്നുന്ന ഒരു മൈക്ക് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു മൈക്ക് മേടിക്കണം. അപ്പം നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് പറയുമോ? ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യണതാണോ അതോ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഞങ്ങൾ സംസാരിക്കണതാണോ, എങ്ങനെയാണ് കേൾക്കാൻ ഇഷ്ടം എന്ന്? പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് അത് മറന്നു അല്ലേ.